ഗായ്സ് അപ്പം ഇന്ന് ഡേ 6 ആണ്. ഇന്ന് ഓട്സ് ആയതുകൊണ്ട് നമ്മൾ ഫുഡ് മാറ്റി പിടിച്ച് പീനട്ട് ബട്ടറും ബ്രെഡും ആണ്. ഇന്ന് എണീക്കാനും നേരം വൈകി 10 മണിയായി. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള പറഞ്ഞാൽ 2 കാഷ്യൂ ഫാക്ടറി കാണാൻ പോകണം. പിന്നെ അത് തന്നെയാണ് മെയിൻ ഫോക്കസ് ഇന്നത്തെ. പിന്നെ അവിടുത്തെ 2 വാട്ടർഫാൾസോ അങ്ങനെ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്യണം. ദെൻ ഫാക്ടറി പോയാലേ അറിയുള്ളൂ. ഓലെ വിളിച്ചിട്ട് കിട്ടണില്ല. അവരെ പോയി കിട്ടിയില്ലെങ്കിൽ നമുക്ക് സീനില്ല. ബിക്കോസ് മറ്റേ നാളെ നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കും, എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫാമസിന്റെ കോൺടാക്ട്സ് എന്തായാലും കിട്ടും. പക്ഷേ ഫാക്ടറി വിസിറ്റ് ചെയ്യാന്നുള്ളൊരു എയിം ഉണ്ട് നമുക്ക്. അത് നടക്കുമെന്ന് അറിയില്ല. നാട്ടിലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ ഇറങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ പോയി സ്കൂട്ടി ട്രാവൽ ചെയ്യാനുള്ള ഒരു സ്കൂട്ടി ഒപ്പിക്കണം. ഇവിടെ നമ്മൾ വരുമ്പോൾ അന്വേഷിച്ചപ്പോൾ ഒരു 350-400 നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. ബട്ട് ഒന്നുകൂടി ബാർഗൈൻ ചെയ്തിട്ട് 300 ഒപ്പിച്ചിട്ട് വേണം നമുക്ക് പോവാൻ. പിന്നെ പിന്നെ നമുക്ക് കുറച്ച് സെയിൽ ചെയ്യാനുള്ള കുറച്ച് പാക്കറ്റ് എടുത്തിക്കണേ. ഓണമായി കാര്യങ്ങൾ ആരാണെങ്കിൽ സെയിൽ ചെയ്യണം. പിന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്യണം. ദെൻ ഫാമേഴ്സിനെ മീറ്റ് ചെയ്യണം. ഇത് 3 ഇപ്പം പോകുമ്പോഴുള്ള ലക്ഷ്യം. ഓക്കെ ഫൈൻ. Yeah, good for. We are also vloggers. Yeah. Okay, you can promote my shop also. Yeah, we also promote it. Can you please give your card? We'll show. Yes, sure. ഇത് പഞ്ചിം സൈഡിനാണ്. ഇവിടെ നമുക്ക് 300 റുപ്യക്ക് അഫോർഡബിൾ പ്രൈസിൽ തരാ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാണി നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. ഓക്കെ, ഇവിടെ 300. ഓക്കെ, ദോ ബൈക്ക് ഒക്കെ സെറ്റായി. വണ്ടി കിട്ടി. ഇതിലുള്ള ഏതോ വണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, ഗൈസ് അങ്ങനെ നമ്മള് നീല കളറിലാണ് പോണേ. ഫുൾ വെറൈറ്റി. അല്ല ഇത് കമ്പിയുള്ളതല്ലേ ബൈ. गार्ड क्या मिलेगा? गार्ड ये दोनों A60 दे दो. അപ്പൊ നമ്മള് ആ മാറ്റിയിട്ട് ഈ ഗാർഡെല്ലാം എടുത്ത്, കാരണം ഇനിയിപ്പോ എന്തെങ്കിലും ശരീരമാർക്ക് എന്തെങ്കിലും ചെയ്താ ഒന്നും പറ്റാണ്ടിരിക്കാൻ. ചെക്കറോ പ്രോബ്ലം നല്ല വണ്ടിയാ തോന്നുന്നുണ്ട്. നമ്മള് ഇത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഫുള്ള് വീഡിയോ എടുത്തേക്കണം നല്ലതാണ്. ബിക്കോസ് നമ്മുടെ കയ്യിൽ നിന്ന് അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാൽ നമുക്ക് വേഗം വലുത്ത് പറയാം, ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു വീഡിയോ. സോ വണ്ടി റെന്റ് എടുക്കുന്ന മുമ്പ് ഗോവന്ന് നമ്മൾ അതിൻ്റെ വീഡിയോ മൊത്തം എടുത്തേക്കാൻ നോക്കട്ടോ. ഓക്കെ, ആ വണ്ടിയായി. അങ്ങനെ ഗൈസ് വണ്ടിയൊക്കെ കിട്ടി. ബട്ട് വെള്ളക്കുപ്പി എടുക്കാൻ പറഞ്ഞിരുന്നു. വെള്ളക്കുപ്പി എടുക്കാൻ പോയതാണ്. ഇപ്പോൾ ഇവിടുന്ന് മാപ്പ് ഇട്ടിട്ട് നമ്മൾ നേരെ എവിടേക്കായിരുന്നു, എങ്ങോട്ടാ പോണേ? ഓൾഡ് ഗോവ ഭാഗത്തേക്കല്ലേ? ഭാഗത്തേക്കാണ്. അവിടെയാണ് ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോ നേരത്തെ പോകാനായിട്ട് നല്ലത്. താങ്ക് യു. നല്ല വെയിലുണ്ട് കേട്ടോ. ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഫുൾ കൂളിംഗ് ആണ്. സൺസ്ക്രീം എടുക്കാൻ മറന്നു ഗായ്സ്. അപ്പൊ നമ്മള് പെട്രോൾ അടിക്കാൻ പോവാണ്. ഇത് റൺ ബൈക്ക് ആയതുകൊണ്ട് പെട്രോളൊക്കെ വൻ ഷോക്കാണ്. ഇവിടുന്ന് ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് കയറിയിട്ട് ഇവിടുന്ന് പെട്രോൾ തരാം. അങ്ങനെ നമ്മള് പെട്രോൾ പമ്പിലെത്തി. ഇവിടെ പെട്രോളിന് എത്ര? 96 റുപ്യ ഉള്ളു ഗൈസ് പെട്രോളിന്. ലൊക്കേഷൻ ഇട്ട് പോവാണ്. പിന്നെ ഗോവയിൽ വരുമ്പോ എല്ലാരും നോക്കണം വെച്ചാൽ ബ്രിഡ്ജ് കയറുമ്പോ ഇവിടെ കുറെ വൺ വേ ഉണ്ട്. അപ്പൊ വൺ വേ കഴിഞ്ഞ പാട് പോലീസ് ഉണ്ടാവും. അപ്പൊ വൺ വേ കയറാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് ലൊക്കേഷൻ ഇട്ട് പോവാണ്. എന്തായാലും വേഗം അവിടെ എത്തിയിട്ട് നോക്കാം. പോണ വഴി കിടിലം വ്യൂ ആണ്. രണ്ട് സൈഡ് നോക്കിയേ ഫുള്ള് കണ്ടതാടും. എന്താ പറയാ, what happened ma'am? We'll help you. My neighbor will bring one mechanic. Go there to bring. It's not stopping the door. ഹെൽപ്പ് ചെയ്യണ്ടെന്നാ പറഞ്ഞ. അപ്പൊ നമുക്ക് പോവാം. ഭാഗത്തൊക്കെ പോകുന്ന വഴിയാണ് ഇത് വരുന്നത്. ഞാനിപ്പോ എന്താണ്
ലൊക്കേഷൻ റീച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണ് കാഷ്യൂ ഫാക്ടറി. ഇതാണ് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് പോയോക്കാം. അവിടെ പോയിട്ട് സംസാരിച്ച് എന്താ സ്ഥിതി അറിയില്ല. ഇതാണോ? ഇവിടെ ആരെയും ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ ഒന്ന് പോയി സംസാരിച്ചിട്ട് കാര്യങ്ങൾ ഡീലാക്കാം. നോക്കിയോട്ടെ. കയറിയുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് പോയി സംസാരിച്ച് നോക്കാം. മാലിക്കുള്ളിയതാണ്. നെക്സ്റ്റ് കാച്ചി ഫാം ഇവിടെയാണ്. കൂടുണ്ട്. ഫാക്ടറി വരുന്നത് ഇവിടെ വന്നിട്ട് ഇപ്പോ ആരെ മീറ്റ് ചെയ്യേണ്ട അറിയില്ല. നല്ല കശുവണ്ടി കണക്കുണ്ട്. കുത്തണ വേണം. ഓഫീസ് അവിടെ ഉണ്ട്. പോയോ കടെ ഇവിടെ ഓലെ പ്രോസസ്സിംഗ് യൂണിറ്റ് മാത്രമാണെന്നാ പറഞ്ഞത്. ഇവിടെ കയറി ചെക്ക് ചെയ്തപ്പോ വല്ല മാനേജറും കാര്യങ്ങളും. എടാ ലൊക്കേഷന്റെ പേരെന്തായിരുന്നു? ഇവിടുന്ന് കുറച്ചും കൂടി ഒരു 14 മിനിറ്റ് ട്രാവൽ ചെയ്യാൻ കൂടി ഉണ്ട്. അവിടെയാണ് മാനേജറും പ്രൊഡക്ഷൻ മാനേജറും. അവിടെ പോയാൽ നമുക്ക് എത്ര അവൈലബിൾ ഉണ്ട് എന്തൊക്കെ ഉണ്ട് അറിയുള്ളൂ. അപ്പോൾ അവിടെ പോയോക്കാം ജസ്റ്റ്. എന്നാലും നമുക്കിപ്പോൾ ക്യാഷ് കിട്ടുള്ളൂ. നമുക്കിവിടെ ഒരു അഗ്രികൾച്ചർ ഓഫീസിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ കയറി വെക്കാം. അവിടെ കയറി ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഫാമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗായ്സ് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങൾ ലെറ്റർ ഒക്കെ എഴുതി. അപ്പോൾ നമുക്ക് ഗോവയത്തെ മൊത്തം ഡീറ്റെയിൽസും ആണെങ്കിൽ ഇവിടുന്ന് കിട്ടൂല. അത് പഞ്ചമില് അവിടെ 2 ലൊക്കേഷൻ തന്നിട്ടുണ്ട്. അവിടെ പോയി എടുക്കണം. പിന്നെ നമ്മളെ എക്സ്പോ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അറ്റാക്ക് അതുണ്ടായതുകൊണ്ട് ഇവരടുത്ത പ്രോഗ്രാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമല്ല. ഇനിയിപ്പോ നമ്മള് അവിടെ പോയൊക്കെ അവിടെ 2 ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ഫോറസ്റ്റ് ഓഫീസിന് അതുപോലെ ഇതിന്റെയും. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ജസ്റ്റ് കണ്ട് സംസാരിക്കേണ്ടി വരും. ഗൈസ് അപ്പൊ ഒരു വത്തക്ക ഉച്ചക്കൊന്നും ചോറൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് വത്തക്ക തന്നാ. ഓ കിतना कितना कितना हाउ मच? 25 rupees per വത്തക്ക per kilo. ഓക്കെ. ഒരു 2 കിലോ പോരെ? ഹാഫ് നെയ് കട്ട്. ഓക്കെ ഞാൻ അപ്പുറം ചോദിച്ചോ. How much? कितना? 25 है. Half? करेगा तू? അവിടെ പോയിട്ട് ചെറുതെടുക്കണോ? ये ले लो. कट करो. നല്ല ചുവന്ന വത്തക്ക. നല്ല പൊടിയുള്ള വത്തക്കയാണ്. ₹50 നല്ല ലാഭമാണ്. ഓക്കെ അങ്ങനെ കാജു ഷോപ്പ് കണ്ടു. അങ്ങോട്ട് പോവാണ്. മാനേജറെ മീറ്റ് ചെയ്യാൻ ആണ് ഇവിടുത്തെ സെറ്റപ്പ്. പോകട്ടെ. അപ്പോ ഇവിടെ നമ്മൾ വന്ന് നോക്കിയപ്പോ ഇതൊരു ബ്രാൻഡിന്റെ പ്രോസസ്സിംഗ് യൂണിറ്റാണ് വരുന്നത്. അതായത് ഇവിടെ ഫാമേഴ്സിന്റെ ലീഡ്സ് അല്ലത്. അപ്പോൾ ഇവിടെ ബ്രാൻഡിലേക്കുള്ള സാധനങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് പ്രോസസ്സ് ചെയ്തിട്ട് ഓൾ ഓവർ ഗോവ അവർക്ക് ഷോപ്സ് ഉണ്ട്. അവിടേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ആക്ച്വലി ഇത് ഗോവയിൽ. അപ്പൊ നമ്മൾ വേറെ കോൺടാക്ട്സ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് പഞ്ചിമിലാണ്. മെയിൻ ലൊക്കേഷൻ ഒക്കെ ഉള്ളത്. പിന്നെ നമുക്ക് കിട്ടിയ 2 ഓഫീസ് നമ്പറും ഒക്കെ ഉള്ള പഞ്ചിമിലാണ്. അപ്പൊ നാളെ പഞ്ചിമില് ഇതാക്കല്ലേ? ഓക്കെ
നമുക്ക് തിരിച്ചു പോവാം. ഞങ്ങൾ അവിടെ ഒരു പിന്നെ ടെമ്പിൾ ഒരു പരിപാടി ഉണ്ട്, അപ്പൊ അവിടെ പോയി തിന്നാൻ കിട്ടുമോ? ആ അവിടെ ഫ്രീ ഫുഡ് കിട്ടുന്ന പറഞ്ഞേ, പോയോക്കാം. ചെരുപ്പ് വരണോ? ചെരുപ്പ് വരണോ? അവിടെ നാല് ചെരുപ്പ് ഇട്ടിട്ടില്ല. ആ ചെരുപ്പ് ഇട്ടിക്കണേ, ചെരുപ്പ് ഇട്ടിട്ടില്ല. ആ പോയേക്കാം. അവിടെ എല്ലാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗൈസ്. ഗൈസ് നല്ല ഫുഡാണ്. ബജ്ജി ഉണ്ട്, താലി, പായസം, ഫുള്ള് എല്ലാവരും ഉണ്ട്. സ്ഥലം അങ്ങനെ നല്ല ഒരു ഫുഡായിരുന്നു ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങള് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. ഗൈസ് ഇത് ശരിക്കും ഗോവന്റെ ശരിക്കും വേറൊരു മുഖമാണ്. ലൈക്ക് കർണാടക, ഒരു കറക്റ്റ് കർണാടക വൈബ്. ഒരു ടൂറിസ്റ്റേഴ്സ് ഒന്നും ഇല്ലാണ്ട് മൊത്തം ഒഴിഞ്ഞ് കിടക്കണം, ഫുള്ള് തൊടും. അത് മറ്റേ കൈത്തലും മണ്ണും കാട് ഗൈസ്. ഇങ്ങനത്തെ ഒരു ഗോവ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഗൈസ്. അങ്ങനെ ഇതാ നമ്മള് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാൻ ഇതായാണ് പോണേ. ഓക്കെ, അക്കൗണ്ട് സ്വന്തതാണ്. അപ്പൊ നമുക്ക് ഇതല്ലേ സുഖം വരുമ്പോഴും ഇതാ സുഖം, നമുക്ക് അറിയില്ലല്ലോ ഇങ്ങനെ റൂട്ടില്. നന്നായി പോകാൻ ഇവിടെ പോയി നിങ്ങളോട് കുറെ സ്ഥലങ്ങളുണ്ട്. ചർച്ച കാണാൻ പറ്റില്ല നമുക്ക്. ഭക്ഷണം കിട്ടില്ല. ഇവിടെ പോവാണെങ്കിൽ അമ്പലത്തില് രണ്ടതാനം ഉണ്ടാവില്ലേ? ആ എന്തായാലും സ്കൂട്ടി കൊടുത്തിട്ടല്ലേ കറങ്ങാൻ അറിയാം. ഇവിടെ ടൂ വീലറിന് പൈസ വേണ്ടല്ലേ? ടൂ വീലറിന് പൈസ ആണ്, ഇത് ഗവൺമെന്റ് സർവീസ് ആണ്. ആ ഇങ്ങനത്തെ വണ്ടിക്ക് ഫോർ വീലർ വലിയ വണ്ടിക്ക് 10 रुपया. रात को 12 बजे के बाद 100 रुपया लगेगा. 100 रुपया रात को 12 बजे के एक गाड़ी का, बड़ा गाड़ी का. बड़ा नहीं, छोटा वाला है. ബൈക്കിന് രാത്രി 100 रुपया बाइक में. 12 बज गए ना रात के. എത്ര മണി കഴിഞ്ഞാലാ? 12 मतलब 11 है ना. 12 കഴിഞ്ഞാല്. അപ്പൊ അത് 24 hour 24 hour. 24 hour ഓരോ ചുറ്റി പോകേ 24 മണിക്കൂർ സർവീസ് ഉണ്ട്. ഫ്രീ ആയിട്ട് ഒരു ചെങ്കാറിൽ കയറുന്ന. ഏട്ടൻ മുളക് വെട്ടിയുടെ കാറ്ററിംഗ് പോയാണോ? കാറ്ററിംഗ് അല്ലല്ലോ, ആ ഡെലിവറി ബോയ് ആണോ? ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങളുടെ സർവീസ്? ഞങ്ങളിപ്പോ സ്പൈസസ് ഒക്കെ ഡെലിവറി ചെയ്യുന്ന പരിപാടിയാണ്. ഓ ആയിക്കോട്ടെ, ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. അപ്പൊ ഡെലിവറി ഉണ്ട്. ആ നമ്മളിങ്ങനെയാണ് കൊണ്ടുപോയി ഇതിങ്ങനെ പറക്കും. സ്വിഗ്ഗിന്റെ ഡെലിവറി ബോയിനെ നമ്മള് തൊഴിയാൻ പോവാണ്. ഗായ്സ് ഇങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഉപ്പുണ്ടാക്കാണ് ഈ കടൽ തീരത്തല്ലേ മണ്ട. എന്തോ വളാണോ? ഉപ്പല്ല ഗായ്സ്, വളാണ് തോന്നുന്നുണ്ട്. പോയോ ചോദിച്ചോ. നെയ്മേ എന്താ പറഞ്ഞേ? ഉപ്പോ? ഉപ്പന്നെ ഗൈസ്, ഈ ഉപ്പാണ് നമ്മളൊക്കെ കഴിക്കണേ കേട്ടോ. കിടിലൻ ഉപ്പ്. വലിയ പാടം നിറച്ചു. ആണ് ഉപ്പ്. ഉപ്പല്ലേ? എന്നാ പോവാ. ആ അല്ല, ഉപ്പുപാടം വേണമെങ്കിൽ കടല് വേണ്ടേ? അതാ നോക്കണേ. ഇവിടെ അതിൽ ചിലപ്പോ ഉപ്പുകളുണ്ടാവും, കടലിന് വേണ്ടി ഫിക്സ് ചെയ്തിട്ട് അവിടെ എന്തോ കനാല വെച്ച് കൂടി പരിപാടി അവര് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കിടിലൻ ഉപ്പാണ്, കിടിലൻ വൃത്തിയും അല്ലേ? നല്ല ഉപ്പ് തിന്നിയായി.
ആ വെച്ച് നോക്കിയതാ ഏണ്ടി ഉപ്പ് ആടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കല്ലേ നമ്മുടെ കഴിക്കുക ഉപ്പ് ഇങ്ങനെ ഉണ്ടാക്കല്. അടിയാ ഇത് നോക്കിയതാ ഇങ്ങനത്തെ ഈ സാധനത്തിന് അടിച്ചെടുത്ത് സൂക്കട് നീ വരില്ലല്ലേ? സൂക്കട് പോവും, ഉപ്പിട്ടാല് ബാക്ടീരിയ ഒക്കെ ചാവുന്നല്ലേ. അങ്ങനെയാണ്. ഇങ്ങനെ വടിച്ചെടുക്കുമ്പോ ഇതാണ് നല്ല ഉപ്പ് എന്ന് പറഞ്ഞത്. മറ്റേത് കെമിക്കൽ ചേർത്ത് വരുന്നതാണ്. ഇത് പടച്ചോൻകാരാ ഇവിടുന്ന് വരുന്ന കെമിക്കൽ ചേർക്കണ കഴിച്ച് നല്ലത്. ഇവിടുത്തെ കോലം നോക്കണേ. അല്ല ഇത് ഇവിടുത്തെ വെള്ളത്തിലേക്ക് സ്ഥിതി എന്താ? വൈറ്റ് കളർ വരാനാണ് എനിക്ക് കെമിക്കൽ ചേർക്കുന്നത്. അത് ഓക്കെ. പക്ഷെ ഇവിടുന്ന് ഇതെങ്ങനെ ഉണ്ടാക്കണ ഇവിടുന്ന്? നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ഗോവൻ ഉപ്പാക്കിയാലോ? അതാണ് ഇതാണ് ഈ ചെയറാണ് പിന്നെ ഉപ്പായിട്ട് മാറുന്നത്. അത് പിന്നെ എടുത്തിട്ടാണ് അങ്ങനെ ആക്കി പോലെ അവിടെ സ്റ്റോർ ചെയ്യണത്. നേരെ മാപ്സേ പോവാ. മാപ്സേ പോയിട്ട് അവിടെ എന്തൊക്കെയോ ഈ കാജുവിന്റെ ആൾക്കാരില്ലേ ഗായ്സ്, മൂടിയല്ല അത്, ഇതിന് മൂടിയതോടെ ഗായ്സ്. നെയ്മിന്റെ വണ്ടിന്റെ പെട്രോൾ ഇറങ്ങി ഓനവിടെ ആ ബ്രിഡ്ജിന്റെ മുകളില് നിൽക്കുന്നുണ്ട്. നെയ്മ് ഇത് അവിടെയാണ് കുടുങ്ങിക്കണേ. ഓയ് അങ്ങനെ മാപ്സ എത്തി. മാപ്സ ടൗണിലാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഹോൾസെയിൽ നിന്ന് ക്യാഷ് കിട്ടുന്നുണ്ട് നടക്കാറ്. അപ്പൊ ഒരിക്കലും ഫസ്റ്റ് ഫാമേഴ്സിന് വേണ്ടി നമുക്ക് ഡയറക്റ്റ് എടുത്ത് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്യാഷിന്റെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്കൊരു ഫാക്ടറി സെറ്റപ്പ് ഒക്കെ വേണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എടുത്തിട്ട് റീപാക്ക് ചെയ്യാം. ദെൻ കമ്പനി എന്താണെന്നനുസരിച്ചിട്ട് നമുക്ക് പ്രോസസ്സിങ് ഒക്കെ ചെയ്യാം. ഇങ്ങനെ നടക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ചടപ്പം എന്ന് വെച്ചാൽ ഇൻസൾട്ടാണ്. നമ്മൾ ചിലയിടത്ത് കയറി പോകുമ്പോൾ എന്തോ നമ്മൾ കൈ കൊടുത്താലും ചിലർ കൈയൊന്നുമില്ല. എനിക്ക് അവിടെ പോയി ഞാൻ ക്യാഷുവിൻ്റെ ഒരു ഹോൾസെയിൽ ഷോപ്പാണ്. അവിടെ പോയി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ നമ്മൾ ബിഹേവ് ചെയ്യണത് എന്തോ ഭയങ്കര സങ്കടമായി. അങ്ങനെയാണ്. അതെന്താണ് ചിലവരെ മൈൻഡ് സെറ്റാണോ എന്തോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കാണാൻ ആ ഒരു ലുക്കില്ലാത്തതുകൊണ്ടാണോ, ഇനിയിപ്പോൾ മലയാളികളൊന്നും എല്ലാവരും പറ്റിച്ച് പോയതുകൊണ്ടാണോ എന്താ അറിയില്ല. ചിലയിടത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് വളരെ വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ സങ്കടമാകുന്നത്. Now what happened to 180 Goan? Goan 180 I can find. Right now I don't have any idea because You didn't sell here 180? I sold 240, 180 was sold. Old crop is sold. Yeah. Right now the market has mixed white only they have. They don't have 180 size right now. You don't doing grading? We are grading. We have grading everything from 400, 320, 240 Yeah. till 180. I was having everything. Yeah. It is sold. Which one is better? Kerala? Goa is everything. Yeah. It is famous for. Yeah. It's like your Kerala coconut also is coming to Goa in quantity, Yeah. but it is taste is different and they sell it as Goan coconut, but taste is different. ഇത് മൊത്തം ഗോവൻ ലോക്കൽ ക്യാഷ് ആണെന്നാ പോലെ പറയുന്നത്. ഇവിടെ തൻസാനിയ വരുന്നുണ്ട്, അതുപോലെ ഗോവൻ ക്യാഷ് ഗോവൻ വരുന്നുണ്ട്. ക്യാഷ് വരുന്നുണ്ട്, പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. ടാൻസാനിയക്ക് റേറ്റ് പൊതുവെ കുറവായിരിക്കും, റേറ്റ് കുറച്ച് ഡൗൺ ആയി. പക്ഷെ കാണുമ്പോ നല്ല ലുക്ക് കാണുമ്പോ ഭയങ്കര സൈസ് അതുകൊണ്ട് ലുക്കൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവർക്ക് മാക്സിമം എത്ര വേണമെങ്കിലും ടാൻസാനിയന്റെ ക്യാഷ് റേറ്റ് കുറച്ച് കൊടുക്കാം. അതിന് ഇവർക്ക് അതിന്റെ ലോസ് വരുന്നില്ല. പക്ഷെ ഈ സാധനം ഇവർക്ക് റേറ്റ് കുറച്ച് കൊടുത്താൽ നല്ല ലോസ് വരും. പിന്നെ ഇതിൽ തന്നെ പറയുന്നത് ഇത് യെല്ലോയിഷ്, ഇത് പുതിയതാണ്. ഇത് സ്റ്റോക്കിൽ പുതിയതും പഴയതും വരുന്നത്. അതായത് ചെറിയൊരു യെല്ലോയിഷ് കളർ കയറി വരുന്നതാണ് ഇതില് പുതിയ സ്റ്റോക്ക്. അപ്പൊ ഇത് വെച്ചാൽ കുറച്ച് ഓൾഡ് സ്റ്റോക്ക്, അതാണ് പഴയ ക്യാഷ്. Whiteness, more whiteness outside cake. ഔട്ട്സൈഡ് ക്യാഷും ആയിരിക്കും. More whiteness. പിന്നെ ഈ പഴയ ക്യാഷ് നമുക്ക് വില കുറച്ചിട്ട് ഒരു തരും, സെയിൽ ചെയ്യും. പിന്നെ ഇത് ടാൻസാനിയൻ ക്യാഷ് ആകുമ്പോൾ കഴിക്കുമ്പോ അതായത് ടാൻസാനിയന്റെ ക്യാഷ് വലിയ സൈസൊക്കെ കഴിക്കും. പക്ഷെ ആ കഴിക്കുമ്പോൾ എങ്ങനെ വരിക വെച്ചാല് ആ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പീനട്ടിന്റെ ടേസ്റ്റ് കിട്ടാം. സ്മെല്ലും അതായത് നമുക്ക് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം സ്മെല്ലും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. പക്ഷെ അതിനെ കുറച്ച് എക്സ്പേർട്ട് ആവേണ്ടി വരും. പക്ഷെ അത് കഴിച്ചാൽ നമുക്ക് പീനട്ടിന്റെ ടേസ്റ്റ് കിട്ടാൻ ടാൻസാനിയൻ ക്യാഷ് കിട്ടും, അതായത് ആഫ്രിക്കയിൽ വരുന്ന ക്യാഷ് കിട്ടും.
പിന്നെ ഈ സാധനം വെച്ചാൽ കറക്റ്റ് പീനട്ടിന്റെ ഒതന്റിക് ടേസ്റ്റ് കിട്ടും. അതായത് ഗോവൻ കാഷ്യൂ ആണ് ഇത് കറക്റ്റ് കഴിച്ചാൽ നമ്മൾ അതിന്റെ എന്താ പറയാ അരോമ പോലെ മീൻസ് നമ്മളെ വയനാട് കുരുമുളക് പോലെ. അതുപോലെ സ്മെല്ല് ചെയ്യുമ്പോൾ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി എത്ര. ഓക്കെ ഓക്കെ. പിന്നെ ഇതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇത് ബോൾഡ് ആയിട്ടുള്ളത് ഇതിപ്പോ 400 360 അല്ലേ ക്വാളിറ്റി? ബൈ 400 Mixed bag. മിക്സ് അത് മിക്സാ പല സൈസ് മിക്സ് ആണ്. അപ്പോ നല്ല ബോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും. അത് ഈ ഗോൾഡ് കാഷ്യൂ തന്നെ ഉണ്ടാവും. പക്ഷെ ഷോർട്ടേജ് കൊടുക്കൽ കുറച്ച് ടാസ്ക് ആണ് പറയുന്നത്. ടാസ്ക് ആണ്. ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറവാണ്. ഈ സാധനം ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറവാണ്. ഇപ്പോഴുള്ള തന്നെ റേറ്റ് ഉണ്ട്. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഈ സെല്ലർ മീൻസ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴാണ് പ്രോപ്പർ ആയിട്ട് എല്ലാം പറഞ്ഞിരുന്നുണ്ട് ആളൊക്കെയാണ്. ഗൈസ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം കഴിഞ്ഞ്. പക്ഷെ നല്ല ഷോക്കായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു കാഷ്യൂവിന്റെ ഫാമറെ കണ്ടുപിടിക്കുക. പക്ഷെ ഫാമറെ കണ്ടുപിടിച്ചാലും നമുക്ക് ഒരിക്കലും അവരുത്തുനിന്ന് ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് പറഞ്ഞാല് സാധാ ഏലം കുരുമുളക് പോലെ അല്ല നെറ്റ്സ്. കാഷ്യൂവിന്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഫാക്ടറി സെറ്റപ്പ് വേണം. എന്നാലും നമുക്ക് നല്ല കാഷ്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഗോവയിലെ ഞങ്ങൾ ഒട്ടുമിക്ക സ്ഥലങ്ങളും പോയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണെങ്കിലും അല്ല പ്രോസസ്സിംഗ് യൂണിറ്റിലൊക്കെ ആണെങ്കിലും ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ മോനില്ല. അയാളാണെങ്കിൽ ഒരുമാതിരി കാരണം ഒന്നാമത് മലയാളീസിനെ അടുപ്പിക്കാൻ എല്ലാവർക്കും പേടിയാ തോന്നുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ ആണോ എന്തോ. മേ ബി ഇതിന് മുമ്പ് വന്നാല് എന്തോ പണി പറ്റിച്ച പോലെ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പിന്നെ ചില കടയിൽ കയറിയപ്പോഴും പുള്ളിന്ന് കുറച്ച് ബാഡായിരുന്നു. പക്ഷെ ഇതാകുമ്പോ നമ്മളെല്ലാം ഫേസ് ചെയ്യണമല്ലോ. ഷോപ്പിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മളെ ലുക്ക് കണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല. കുറെ അടുത്ത് റിഗ്രറ്റ്സ് കിട്ടി. പക്ഷെ കുറച്ച് 2-3 കോണ്ടാക്ട്സ് കിട്ടി. പക്ഷെ ഫാമേഴ്സിന്റെ അല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. പിന്നെ നമുക്ക് ഇന്നുണ്ടായെന്ന് പറഞ്ഞാല് ഹോപ്പ് പറഞ്ഞാൽ ഇന്ന് നാളത്തെ പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ അതും പോസ്റ്റ്പോണ്ട് ചെയ്തു ഈ ഇവിടുത്തെ പഹൽഗാമത്തെ അറ്റാക്ക് കാരണം. അങ്ങനെ ക്യാഷ് നമുക്ക് കിട്ടിയില്ല പറഞ്ഞാല് ക്യാഷ് തന്നെ ഇവിടെ പക്ഷെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് മീറ്റ് ചെയ്ത ഷോപ്പത്തോലാണെങ്കിലും ക്യാഷ് തന്നെ കുറെ ക്വാളിറ്റീസ് ഉണ്ടെന്നൊക്കെ നമുക്ക് അങ്ങനെയല്ല ഈ ഗോവയിൽ വിൽക്കുന്ന ക്യാഷ് തന്നെ മറ്റേ സാധനത്തിന് വേറെ എന്തെങ്കിലും ക്യാഷിന്റെ ഇവിടെ ക്വാളിറ്റി മറ്റേ പുറത്തുനിന്ന് വരുന്ന താൻസാനിയൻ കാഷ്യൂസ് അത് എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ നമ്മള് ആൾക്കാർക്ക് ഇപ്പം കസ്റ്റമേഴ്സിന് നമ്മള് ക്വാളിറ്റി എത്ര പറഞ്ഞാലും അവർക്ക് ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഈ ഗോവൻ കാഷ്യൂസ് ആണ് ടേസ്റ്റും ഇതും. പക്ഷെ ഇവിടെ വേറെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ടാൻസാനിയൻ കാഷ്യൂസ്. അത് പ്രൈസ് കുറവാണ്. പക്ഷെ അത് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമറിന് മുമ്പിൽ വെച്ചാല് ഗോവൻ കാഷ്യൂസും അതുപോലെ തന്നെ ടാൻസാനിയൻ കാഷ്യൂസ് വെച്ചാലും ലുക്ക് വൈസ് എടുക്കാൻ പോസിബിലിറ്റി കൂടുതലുള്ളത് ടാൻസാനിയൻ കാഷ്യൂസ് ആണ്. കാരണം അത് നല്ല ബോൾഡ് ആയിരിക്കും, നല്ല വലുപ്പം ഉണ്ടായിരിക്കും. പക്ഷെ ഹെൽത്തി അതുപോലെ അതിന്റെ കറക്റ്റ് നെറ്റ്സിന്റെ ടേസ്റ്റും ഉണ്ടാവുക ഗോവൻ കാഷ്യൂസിനാണ്. ബട്ട് മറ്റേത് ചീപ്പാണ്. അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി. നല്ല രീതിയിലാണെങ്കിലും മോശമാണെങ്കിലും. അങ്ങനെ ഏകദേശം ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെ ഇനിയിപ്പം കുറച്ചും കൂടി കയറി ഇറങ്ങണം. പിന്നെ നാളെ നൈറ്റോടെ ഇവിടുന്ന് പോവാന്നാ വിചാരിക്കുന്നത്. പോയിട്ട് ഇപ്പൊ കിട്ടിയ കൊല്ലത്തും പോയിട്ട് നമുക്ക് നെറ്റ്സ് കളക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ഇപ്പോ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാകത്തിന് ഗോവൻ കാഷ്യൂസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കാരണം ക്യാഷ് കിട്ടാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാല് ഒന്നാമത് ഇതാണ് എന്താണ് ഇവിടെ അവൈലബിലിറ്റി ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈസും കൂടുതലാണ്. അതൊക്കെയാണ് ഒരു പ്രശ്നം. പക്ഷെ നമുക്ക് കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ ഇപ്പൊ എന്തായാലും കാണാം. ഇന്നത്തെ വ്ളോഗ് അതിൻ്റെ ആണ്.